ഹലോ, എൻജോയ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വ്ളോഗ് 4 ആണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയണ്ടേ, ഇതൊരു 20 മിനിറ്റിൽ ഒതുക്കാവുന്ന വീഡിയോസ് ആയിരുന്നു. പക്ഷെ 20 മിനിറ്റ് ലെങ്ത് ആയാൽ ആരും കാണില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ 5 മിനിറ്റ് 4 മിനിറ്റ് ആക്കി കട്ട് ചെയ്തെടുക്കണം. ഒറ്റ ദിവസം എടുക്കുന്ന വീഡിയോസ് ആണ്. ആദ്യത്തെ ഒരു വ്ളോഗ് അത് കട്ട് ചെയ്തിട്ട് അടുത്ത അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും എൻ്റെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്തു. ചെറിയ ചെറിയ ഷോർട്സുകൾ, വീഡിയോസ്, കാര്യങ്ങൾ ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തു. കുറച്ചധികം കുറച്ച് ആളുകൾ വ്യൂസ് കാര്യങ്ങളൊക്കെ കയറി. ടുഗദർ ലൈവുകൾ കയറാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ എൻ്റെ ചാനൽ റീച്ചിലേക്ക് കയറി വന്നു. എൻ്റെ വീഡിയോസ് ഏത് വീഡിയോസ് ഇട്ടാലും ആൾക്കാർ കാണാൻ തുടങ്ങി, കമന്റ്സ് ഇടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മുന്നോട്ട് വന്നാണ് കേട്ടോ. ഞാൻ ഇന്ന് ചാനൽ മോണിയാക്കിയത്. എല്ലാ ലൈവുകളിലും പോകുമായിരുന്നു. എല്ലാ ലൈവുകളിലും പോയിട്ട് കൂട്ട് ചോദിക്കും. അങ്ങനെ എനിക്ക് അവർ തിരിച്ച് കൂട്ട് തരും. ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും, തിരിച്ചിങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് സബ്സ്ക്രൈബർ ആയതും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആൾക്കാർ കാണാൻ തുടങ്ങിയതും കമന്റ്സ് ഇടുന്നതും ഒക്കെ അങ്ങോട്ടും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, തിരിച്ചിങ്ങോട്ടും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ഇതിൽ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽപ്പ് ചെയ്തോടെയൊക്കെ പേരുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും പറഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ യൂട്യൂബിൽ വന്ന കാര്യമാണ് പറയണത്. അങ്ങനെ ചാനല് ഒരു 650 വാച്ച് അവർ നിൽക്കുന്ന സമയത്താണ് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ലൈവ് തുടങ്ങിയത്. സ്ക്രീൻ കാസ്റ്റ് ലൈവ് തുടങ്ങാൻ കാരണം നിവേദ്യ വ്ളോഗ്സ് ആണ്. അതായത് എൻ്റെ മാളുവാവയാണ് എനിക്ക് മാളുവാണ് എനിക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാനുള്ള കണ്ടന്റ് ഇൻസ്റ്റയിൽ എനിക്ക് അയച്ചു തന്നത്. അങ്ങനെയാണ് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ഇട്ട് തുടങ്ങി. ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിക്ക് വ്യൂസ് ആവും അങ്ങനെയാണ് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ഇട്ട് തുടങ്ങി. വാച്ച് അവർ കൂടാൻ തുടങ്ങിയ സമയത്ത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു സ്ക്രീൻ കാസ്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേന് എന്നാ സ്ക്രീൻ കാർഡ് ഇട്ട് കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ ആവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് പിന്നെ നമ്മുടെ ലിയ വേൾഡിലെ ചേച്ചിയുടെ സ്ക്രീൻഷോട്ടുകൾ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ മോണിയാക്കി എടുത്തത്. അതുകൊണ്ട് അങ്ങനെയാണ്. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ചാനൽ മോണിക്ക് കൊടുത്തു. ആഡ്സെൻസിന്റെ ഒരു ചെറിയ പ്രശ്നം വന്നു. അങ്ങനെ ആഡ്സെൻസിൽ കിടന്ന എൻ്റെ ചാനൽ നോക്കിയത് കുറുമ്പീസ് വേൾഡ് എന്ന് പറഞ്ഞ ചാനലാണ്. നല്ല ചാനലാണ്. എന്നെ മോണിയാകാൻ സഹായിച്ചത് ഒക്കെ ആ ചേട്ടനാണ്. കാരണം നമ്മൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് വ്യക്തമായ ഉത്തരം തരും. നമ്മളെപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുകയും നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. എനിക്ക് ആ നമ്പർ തന്നത് മോനിഷയും MA ഫാമിലിയും മാളുവാവ വ്ളോഗ്സും ആണ്. അങ്ങനെ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അവരെ എന്നെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ID-യും പാസ്വേഡും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്ത് എൻ്റെ ചാനൽ ചെക്ക് ചെയ്തതിന് ശേഷം എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവർ പറഞ്ഞു തന്ന പോലെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയി അവരെൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ആഡ്സെൻസിന് ഇഷ്യൂ വന്നതുകൊണ്ട്. പിന്നെ അത് നമ്മൾ മാറ്റി എല്ലാം കറക്റ്റായി കറക്റ്റ് സമയത്ത് ചാനൽ മോണിയാക്കി എടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത കുറുമ്പീസ് വേൾഡ് ചാനലിലെ ചേച്ചിക്കും ചേട്ടനും 1000 നന്ദിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനൽ മോണിയാക്കണം, അതായത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. കുറുമ്പീസ് വേൾഡ് എന്നാണ് ചാനലിന്റെ പേര്. നല്ല ചാനലാണ്, നല്ല സപ്പോർട്ടീവായിട്ടുള്ള ചേട്ടനെ ചേച്ചിയാണ് കേട്ടോ. ഏത് സംശയം നമുക്ക് ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിച്ചവരായിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ചാനലെല്ലാം മോണിയായിട്ടുണ്ട്. വളരെ സന്തോഷം നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ, എന്നെ സബ്സ്ക്രൈബ് ചെയ്തതിൽ, എനിക്ക് കമന്റ്സ് ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വിഷമമാവും. അതുപോലെ തന്നെ ആരുടെയെങ്കിലും പേര് ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് വിഷമാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. ലൈവിൽ ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ചങ്കുകൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ എൻജോയ്സിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ നാളെ മുതൽ വേറെ വീഡിയോസും കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.